ലവ് യു ആമി. അമ്മ ആമിക്ക് ഇഷ്ടപ്പെട്ട പിങ്ക് ഉടുപ്പാണ് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. ആമിനോട് അമ്മ ചോദിച്ചില്ലേ ഏത് ഉടുപ്പാ വേണ്ടേന്ന്. അതുപോലെ ആമിനോട് അമ്മ ചോദിച്ചു എവിടെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പൊ ആമി പറഞ്ഞു കാട്ടിലാണ് കിടന്നുറങ്ങുന്നതെന്ന്. അതുപോലെ ഏത് ഉടുപ്പാ വേണ്ടേന്ന് ചോദിച്ചു അല്ലേ. ഏത് ഉടുപ്പാ ആമി ഇട്ടിരുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പിങ്ക് ഉടുപ്പാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിങ്ക് ഉടുപ്പ് കൊടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു വിഷ്വൽ ഉണ്ടായിട്ടുള്ളത്. ഹായ് ഓൾ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞത് വളരെ സ്പെഷ്യലാണ്. ഞാൻ എല്ലാ പ്രാവശ്യം സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാറ്, പക്ഷേ ഇതങ്ങനല്ല കേട്ടോ. ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ആമി എനിക്കൊരു കഥ പറഞ്ഞു തന്നു. സാധാരണ ആമിയുടെ അടുത്ത് കഥ പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ പറയൂല എന്നൊക്കെ പറഞ്ഞിട്ട് പോവും. ഞങ്ങൾക്ക് കഥ അറിയെങ്കിലും ഞാൻ ചിലപ്പോൾ ചില കഥകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അവൾ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ആമി എനിക്കൊരു കഥ പറഞ്ഞു തന്നു കേട്ടോ. എന്താ ആമിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പുലീന്റെ കഥ. ഓക്കെ, അപ്പൊ കഥ എന്താന്നുള്ളത് ആമി ഇപ്പൊ പറയുമെന്ന് എനിക്കറിയില്ല. ചോദിച്ചോട്ടെ, കഥ ഒന്ന് പറഞ്ഞെടുത്ത ആമിയെ. എങ്ങനെയാ ഉറങ്ങിയത്? പുലിന്റെ കട്ടാണ് കണ്ട. ഞാൻ ഇവിടെ ഓടി. അപ്പൊ ഞാൻ പുലി ഇങ്ങോട്ടോ തലമഞ്ഞു പോയി. നാളെ ഇങ്ങോട്ടോ തലമഞ്ഞു പോയി. അപ്പൊ കഥ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ കഥ കഴിഞ്ഞു. അപ്പൊ ഈ ആമി പറഞ്ഞ കഥയില് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അവരൊരു ഇവിടെ നോക്കി ഇവിടെ. ഓക്കെ, അപ്പോൾ കഥ അമ്മനെ കാണിയ കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ ആ കഥയിൽ ആ വരുന്ന ഒരു വരികൾ, അതായത് പുലി എങ്ങോട്ടോ ചാടി മറിഞ്ഞു പോയി, ആമി എങ്ങോട്ടോ ഓടി മാഞ്ഞു പോയി, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു പ്രൗഡ് മൊമെൻ്റ് ഒക്കെ ആയി തോന്നി. എൻ്റെ മോളൊരു കഥാകാരിയായോ എന്നൊക്കെ തോന്നിപ്പോയിട്ടോ. അപ്പോൾ ആ സ്റ്റോറി ഒന്ന് വിഷ്വലൈസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതിനെ ഒന്ന് വിഷ്വലാക്കി കൊണ്ടുവരാം, ഒരു വീഡിയോ ആക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് AI ടൂൾസൊക്കെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആമിക്ക് സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ആമി ഇത് കണ്ട ആമി പറഞ്ഞ കഥയില്ലേ, അത് അമ്മ വീഡിയോ ആക്കി കാണിച്ചട്ടെ. ആമിക്ക് ഒരു കഥ അറിയാം, നിങ്ങൾക്ക് കേൾക്കണോ? അതാ ആമി എന്താ ചെയ്തത് ഇപ്പോ അറിയോ? അതൊക്കെ ഓക്കെ, ആമി എവിടേക്കോ പിടിച്ചു നിൽക്കിയത്. ആമിക്ക് ഒരു കഥ അറിയാം, നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ പുലി കണ്ടേ. എന്നിട്ടോ മഞ്ഞ പോയി. പുലി എങ്ങോട്ടോ മഞ്ഞ പോയി. പുലിന്റെ കാര്യം എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പം വീഡിയോ ആമിക്ക് കാണിച്ചെടുത്തു. എങ്ങനെയുണ്ട് ആമിയെ? എന്തൊക്കെ കണ്ടു? ഇത് നോക്ക്, ഇത് കണ്ടു ആമി. ഈ പുലി എങ്ങനെയുണ്ട്? ആമി പറഞ്ഞ കഥ ഇങ്ങനെ തന്നെയാണോ? ഇതാണോ ആമി ഉദ്ദേശിച്ചത്? ഇതാ ഉറങ്ങുന്ന ആമി, കുഞ്ഞാമിനീറ്റ് ചാടി മഞ്ഞു പോകുന്ന പുലി. എങ്ങനെയുണ്ട് കുട്ടിപ്പുലി? ഇഷ്ടായോ? ഇത് ആമിക്ക് അമ്മയുടെ സമ്മാനാണ്, സർപ്രൈസ്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഓക്കെ, ആമിക്ക് ജലദോഷാണ് കേട്ടോ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ചോദിക്കേ, ഇതാരുണ്ടാക്കിയ വീഡിയോ ആണ്? അമ്മ ഇന്നലെ മിന്നൊക്കെ ഇരുന്നിട്ട്
ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ AI-ൽ ഇമേജസ് ആദ്യം ജനറേറ്റ് ചെയ്തു, എന്നിട്ട് ആ ഇമേജസിനെ നമ്മൾ വീഡിയോ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഞാൻ എങ്ങനെ ചെയ്തു എന്നതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക. അതല്ല നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് ഉണ്ടാക്കി തരണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇനി വീഡിയോസ് പറയും. നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് വേണോ ചോദിച്ചോക്ക്. ആമി പറഞ്ഞ കഥ പോലെ നിങ്ങൾ പറഞ്ഞ കഥകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ പറഞ്ഞ കഥകൾ ഇതുപോലെ വിഷ്വൽ ആക്കണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. പറ, അമ്മ ചെയ്തു തരും. പറ, നിങ്ങക്ക് കഥ ഉണ്ടാക്കണോ ചോദിച്ചോക്ക്. ആരാ ചെയ്തു തരാ? ഇതുപോലെ അമ്മ ചെയ്തു തരും. പറ, ഇതുപോലെ അമ്മ ചെയ്തിട്ടേയും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അമ്മ ഇട്ടര അത് പറ. ബായ് പറ, അവരോട് ബായ് പറ. ബായ്. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടോന്ന് കമന്റ് കൂടെ ചെയ്യാ. പറയാൻ പറ. ആമിക്ക് വീണ്ടും കാണുമെന്നാണ് പറഞ്ഞത്. സോ ബൈ. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പിന്നെ വരാം. ബൈ. ബൈ പറ. ബൈ. എന്ത് കാണട്ടെ.